അവർ ചെയ്യില്ല. അവർക്ക് എന്നെ അറിയാം. പണത്തിന് വേണ്ടി നാണം കെട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത തന്നെയും. ഏത് ജയൻ? മാരകായുധങ്ങളുമായാണ് ഗൗതം എന്നെ ആക്രമിച്ചത്. കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ. അത് നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം മിസ്റ്റർ. അതല്ലേ തന്നോട് പറയുന്നത്. അവന് ലോക്കപ്പ് കയറ്റി ഇടിച്ച് ഇല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ്. കഴിവാണോ മോനെ? നീ എന്നെ ഭീഷണിപ്പെടുത്തണോടാ? നിന്റെ രാധികാവർമ്മന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നല്ല ഞാൻ റാസ്കൽ. ആരാ ഡാഡി? നീ അന്വേഷിക്കണ്ട. മനസ്സിലാവുന്നുണ്ട്. നിൽക്കാൻ നീ എന്താ ഇവിടെ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്റെ ഡാഡിയോട് ഇവൻ ചെയ്ത് നിനക്ക് അറിയില്ലേ? ഇദ്ദേഹത്തോട് നിങ്ങൾ ചെയ്തത് എനിക്കറിയാം. ബിഹേവ് യുവർസെൽഫ് മാൻ. യു ആർ വൺ അമംഗ് മൈ ഫ്രണ്ട്സ്. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തെ അധികാരമൊന്നും എന്നോട് കാണിക്കരുത്. നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര ഒരു വൃത്തികെട്ട ജോക്കിയുമായി നാണമില്ലാതെ ബന്ധപ്പെടാൻ. താൻ ഉദ്ദേശിച്ച തരത്തിൽ അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടും. താൻ ആരാത് ചോദിക്കാൻ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് പ്രശ്നമല്ല ആര് പറഞ്ഞാലും. മനുഷ്യരെ തിരിച്ചറിയാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്. ദാ ഡാഡി സമ്മതിക്കാത്തോണ്ടാ നേരത്തെ തരാതിരുന്നത്. ഇപ്പൊ വഴിക്ക് വന്നെന്ന് തോന്നുന്നു. എന്തായത്? കഴിഞ്ഞ റേസിൽ കൽപ്പിച്ചുകൂട്ടി നിങ്ങൾ കുതിരയെ വീഴ്ത്തിയെന്നല്ലേ റേസ് ക്ലബിൽ പരാതി. അല്ലെന്ന് തെളിയിക്കാൻ ഇതുകൊണ്ട് കഴിയും. ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇതുകൊണ്ട് റേസ് ക്ലബിൽ തനിക്ക് ഡിഫെൻഡ് ചെയ്യാം. പക്ഷെ മകന്റെ കാര്യത്തിൽ കേസ് വിധിയാകുന്നതിന് മുമ്പ് ദേവരാജിന്റെ കടം കൊടുത്തു തീർക്കണം. ഇപ്പോഴെങ്ങനെ സ്വാമി? ഇല്ലെങ്കിൽ കുഴപ്പമാണ്. മകന്റെ നാച്ചുറൽ ഗാർഡിയൻ അവന്റെ അച്ഛൻ തന്നെയാണെങ്കിലും കുട്ടിയുടെ നന്മയും അവന്റെ ഭാവിയുമാണ് പ്രധാനമായും കോടതി പരിഗണിക്കുന്നത്. ആ നിലയിൽ കടബാധ്യതയ്ക്ക് ജയിലിൽ പോകാനിരിക്കുന്ന ഒരാളെ കുട്ടിയുടെ ചുമതല ഏൽപ്പിക്കില്ല. സ്വാമി, അതുകൊണ്ടാണ് പറഞ്ഞത് ദേവരാജുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് നേരത്തെ തീർക്കണം. പെട്ടെന്ന് 10-15 ലക്ഷത്തിലേറെ രൂപ മാക്സിമം ചെയ്യാവുന്നത് കോടതിയിൽ സമയം ചോദിക്കാം. திரு ரூபி தேவராஜுக்கு கொடுக்க வேண்டிய பணம் மேற்படி பார்ட்டியான கௌதம் கிருஷ்ணா கொடுத்து விட்டார் என்பதற்கு எந்தவித ஆதாரமும் இல்லை. ஆகவே இந்த பணத்தை கௌதம் கிருஷ்ணா தான் கொடுக்க வேண்டும் என்று கோர்ட் உத்தரவிடுகிறது. ஆனால் பிரதிவாதியான அட்வொகேட் திரு சேஷாத்ரி ஐயருடைய கோரிக்கையை ஏற்று இந்த பணத்தை திருப்பி கொடுக்க 1 மாதம் அவகாசம் இந்த கோர்ட் தருகிறது. 1 மாத காலத்திற்குள் இந்த பணத்தை திருப்பி கட்டியாக வேண்டும். அதே நேரத்தில் அவருடைய குழந்தையை நல்லபடியாக வளர்க்க வேண்டும். அப்படி வளர்ப்பதற்கு போதுமான வசதி வாய்ப்புகள் இருக்கிறது என இந்த கோர்ட்டுக்கு ஆதாரபூர்வமாக தெளிவுபடுத்த வேண்டும். அப்படி தெளிவுபடுத்த தவறிவிட்டால் குழந்தையின் பாட்டி திருமதி ராதிகா வர்மாவின் மனுவில் கேட்டுக்கொண்டபடி குழந்தையின் எதிர்கால நலனை கருதி குழந்தை பாட்டியிடமே இருக்கவும் அவர்கள் அந்த குழந்தையை இங்கிலாந்து கொண்டு போகலாம் என்று இந்த கோர்ட் உத்தரவிடுகிறது. കൊണ്ടുവന്നത്. മോൻ വിഷമിക്കണ്ട. 1 മാസം
ഒരു മാസം കൊണ്ട് 10-15 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കണമെന്ന് വെച്ചാ കൂട്ടിയാ കൂടുവോ? ആര് തരാനാണ്? എവിടെ നിന്ന് കിട്ടാനാണ്? ഇല്ലെങ്കിൽ മോനെ ആ രാക്ഷസി കൊണ്ടുപോകും. മോനെന്താ ഒന്നും മുണ്ടാത്തത്? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ജാക്ക്പോട്ട്. ആകെ അറിയാവുന്ന ഒരു ജോലിയാ. അത് വെച്ച് തന്നെ പരീക്ഷണം നടത്താം. വിന്നി അടുത്ത റേസിലിറക്കി. എന്താ? നല്ല കാര്യം. പക്ഷേ റേസിൽ ഓണറും ജോക്കിയും ഒരാളാവാൻ പാടില്ലെന്നല്ലേ ക്ലബിന്റെ നിയമം? അതിനെ സഹായിക്കാൻ ഒരാളുണ്ട്, ബുക്കി സുന്ദരം. റേസ് ക്ലബിൽ അയാൾ വിന്നിയെ ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിന്നിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മെതുക? മോനല്ലേ ഓടിക്കുന്നത്, പിന്നെന്താ? കൊല്ലാൻ കൊണ്ടുപോയിടത്തുനിന്ന് പോറ്റാൻ വാങ്ങിച്ചോണല്ലേ നീ. പിന്നെ നമ്മൾ ചതിക്കൂല. പക്ഷേ സുന്ദരത്തിന് സംശയമുണ്ട്. വലിയ എമൗണ്ട് ബെറ്റ് ചെയ്യുന്നതല്ലേ. അയാൾക്ക് വിന്നിയെ ഓടിച്ചു കാണണം, ബോധ്യപ്പെടണം. നമസ്കാരം. നമസ്കാരം. എന്താ ഗൗതം, റെഡിയാണോ? ഓ, കമോൺ. മാസ്റ്റർ റെഡി. 1 2 3. ഗൗതം, ആ, വിന്നിയുടെ ടൈമിംഗ് കൊള്ളാം. പരിക്കേറ്റിട്ട് ഓടിയത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റേസിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല. ഷീ വിൽ കം അപ്പ് സർ. 1-2 റൺ കൂടെ കഴിയുമ്പോൾ വിന്നി പിക്കപ്പ് ചെയ്തോളൂ. സോറി, ഐ ഡോണ്ട് ബിലീവ്. മിസ്റ്റർ സുന്ദരം, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഓടിക്കുന്ന കുതിരയിലേ ഇല്ലാത്തത്. ഈ ചാൻസ് എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ സർ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യമാണത്. എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ള ഏക വഴി. എന്നെ സഹായിക്കണം സർ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഗ്യാരണ്ടി? ഈ വാക്കല്ലാതെ എനിക്ക് നഷ്ടപ്പെടുന്ന തുക തിരിച്ചു തരാനാവുമോ നിങ്ങൾക്ക്? സോറി മിസ്റ്റർ ഗൗതം. Why you came here, man? ആന്റിക്ക് ഡേവിഡിനെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് അവരെ കണ്ട. I don't want to see her. ഡേവിഡ്, യു ആർ എ ഫൂൾ, an idiot. ചെല്ല, രാവിലെ വന്ന് എന്റെ ടെമ്പർ കേട്ടണ്ട. നിന്റെ മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാവം, ഈ ഓൾഡ് ഏജിൽ പള്ളിയും പ്രാർത്ഥനയുമായി കഴിയുന്നവർക്ക് എന്റെ പപ്പിയുമായി അഫയർ ഉണ്ടെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി ഡേവിഡ്? അവർ രണ്ടുപേരും കൂടി മാരേജിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ? യു ആർ മിസ്റ്റേക്കൻ ഡേവിഡ്. അവർ ഡിസ്കസ് ചെയ്തത് എന്റെ മാരേജിനെ പറ്റിയാ. യുവർ മാരേജ്? യെസ് ഡേവിഡ്, പപ്പ എന്നെ കമ്പൽ ചെയ്തു. ആ ഡോക്ടർ അലക്സാണ്ടറുമായിട്ട്. എന്നിട്ട് നീ അത് എഗ്രി ചെയ്തു അല്ലേ? ഡു യു തിങ്ക് സോ? ഇല്ല ഡേവിഡ്, ഞാൻ ഒരിക്കലും അതിന് വഴങ്ങില്ല. ഇതൊന്നും അറിയാതെ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. പാവ ആന്റി അന്ന് മുതൽ കിടപ്പില. ഗൗതം, ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. നീ ഈ റേസിന് വിന്നിയെ ഓടിക്കണം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറിയത്. അതിൻ്റെ കാരണക്കാർ നിങ്ങളോടൊപ്പം നിന്ന് ഇവരാണ്. ഇവരാ എനിക്ക് പണം തന്നത്, നിനക്കും നിന്റെ മോനും വേണ്ടി. ഒരുക്ക നിങ്ങള്. അതെ മോനെ, മുതലാളി ഞങ്ങളെ പിരിച്ചു വിട്ടപ്പോ തന്ന പണമാണ്. മോൻ മിന്നിയെ ഓടിക്കണം, ജയിക്കണം.
രാഹുലിനെ സ്വന്തമാക്കണം. 40 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എനിക്ക് വേണ്ടി പടച്ചോൻ അത് മടക്കി തരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇവരുടെ ഈ സ്നേഹവും ബന്ധവുമായി എൻ്റെ മനസ്സ് മാറ്റിയത്. പിന്നെ കൊടയിൽ വെങ്കടേശ് എന്ന ഈ മുറിപ്പാടും. സഹായത്തിന് വേണ്ടി രാധികാവർമ്മയുടെ കാൽക്കൽ വീണവനാ ഞാൻ. അവരും എന്നെ ചതിക്കുകയായിരുന്നു. പുറമെ ഉണങ്ങിയെങ്കിലും അകം കരിഞ്ഞിട്ടില്ല. ആ സംഘത്തെ നീ തോൽപ്പിക്കണം. സാധാരണ സ്റ്റേക്സിലല്ല, ജാക്ക് പോട്ടിൽ തന്നെ. അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് മുഴുവൻ ഞാൻ മുടക്കും. കിട്ടിയാൽ കമ്മീഷൻ മാത്രമേ എനിക്ക് വേണ്ടൂ. ബാക്കി മുഴുവൻ ഞാൻ നിനക്ക് തരും. ഇനിയൊന്നും ആലോചിക്കണ്ട, ഒരുങ്ങിക്കൊള്ളൂ. ഡേവിഡ് എവിടെ? നിങ്ങൾ തടയണം. ഗൗതം ഓടിക്കുന്ന കുതിരയുടെ ഉടമസ്ഥൻ ശരിക്കും നിങ്ങളല്ലേ? അല്ല, അന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചുരുങ്ങിയ വിലയ്ക്ക് ആ കുതിരയെ രേഖാമൂലം അവന് വിറ്റതായിട്ടാണ്. എങ്ങനെയായാലും ഈ സമയത്ത് ഗൗതം ഒരു ജാക്ക്പോട്ട് വിൻ ചെയ്താൽ പ്രശ്നമാണ്. എന്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവും. അങ്ങനെ വരില്ല മാഡം. വെങ്കടേഷ് ഒരിക്കലും അതിന് അനുവദിക്കില്ല. എന്താ സണ്ണി, ഡോക്ടർ വന്നില്ലേ? വന്നു. എന്നിട്ട് എവിടെ? എന്നെ ഇവിടെ ഇരുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഹോ. സാർ, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാനിതിന് കൂട്ടി നിൽക്കുന്നത്. അവസാനം എന്തെങ്കിലും പേടിക്കണ്ടോ? ഡോക്ടറെ എവിടേക്കാ കൊണ്ടുപോയത്? അകത്തേക്ക്. കർത്താവേ. ഹലോ ദേവരാജ്. ഹലോ. ഡോക്ടർ എവിടെ? പലതവണ ഞാൻ പറഞ്ഞിട്ടും അയാൾ അതിന് വഴങ്ങുന്നില്ല. എന്നിട്ട് സർ, കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ചെയ്യരുത്. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് സാറേ, ഞാനൊരു പാവമാണ്. ആയിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മുമ്പ് ആ കുതിരയെ എന്റെ ആളുകൾ വെടിവെച്ചതാണ്. വേണമെങ്കിൽ ഇപ്പോഴും എനിക്കത് എളുപ്പം സാധിക്കും. പക്ഷേ അവൻ ട്രാക്കിൽ വരണം. ജയിക്കാനാവാതെ ഓടി തളരണം. ആ ഒരു സഹായമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ സാർ, അത് ഡോക്ടർക്ക് അത് എളുപ്പം കഴിയും. ആരും സംശയിക്കില്ല. താനല്ലേ മുമ്പ് ആ കുതിരയെ ചികിത്സിച്ചത്? ഈ പാവം ചെയ്യാൻ എന്നെ. ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരും പാപം തന്നോട്. എന്തു പറയുന്നു? പ്ലീസ്, ചീഫ് ഗസ്റ്റ് ഏത് കക്ഷിക്കാരനാണെന്നുള്ളത് നമ്മൾ ഇവിടെ തർക്കിക്കണ്ട. അയാൾ വഹിക്കുന്ന സ്ഥാനം നോക്കിയാൽ മതി. ഈ ക്ലബിൽ മുൻപും ഇതുപോലെ. നോ, സെക്രട്ടറി പറഞ്ഞത് ശരിയല്ല. ഡോ, എന്തായി കാണിച്ച മനുഷ്യത്വമില്ലാതെ കടന്നു വന്ന്? ക്ഷമിക്കണം സർ. അതിലും വൃത്തികേട് കാണിച്ച ഒരു മനുഷ്യനെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് കയറേണ്ടി വന്നത്. ഈ റേസ് ക്ലബിനോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്. ഇതിന്റെ നടത്തിപ്പിൽ അറിഞ്ഞുകൊണ്ട് ആരും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇടയിൽ ഇയാൾ വിഷം പോലെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. ക്ലബിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്ന നിലയ്ക്ക് നിങ്ങളിത് കേൾക്കണം. പറയണം ഡോക്ടർ, ഭീഷണിപ്പെടുത്തിയും ദ്രോഹിച്ചും എന്ത് ചെയ്യാനാണ് ഇയാൾ നിങ്ങളെ പ്രേരിപ്പിച്ചയച്ചത്? മിസ്റ്റർ നായർ, എന്താ നിങ്ങൾ ഈ തെമ്മാടികൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത്? ഞാൻ മുഴുവൻ പറയും. നീ എന്നോട് ചെയ്തത് ഞാൻ മുഴുവൻ പറയും. മിസ്റ്റർ നായർ, he tortured me. He tried to kill me. No! എന്താണ് പറഞ്ഞത്? എന്നെ വിടൂ. മിസ്റ്റർ ഗൗതം, എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഡോക്ടർ, മാറി നിൽക്കൂ. പറയ്, please cool down. ഗൗതം,
കൊടയിലല്ല ആരായിരുന്നാലും ഈ അക്രമം കാണിച്ച സത്യമാണെങ്കിൽ ശിക്ഷിക്കാതിരിക്കില്ല. എനിക്കറിയാം. ആ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് തരട്ടെ. പെട്ടെന്ന് ഈ റേഷനിടയിൽ ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഞങ്ങൾ അന്വേഷിക്കും. തെളിവുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കും. പിന്നീട് ഒരിക്കലും കൊടയിൽ വെങ്കടേഷിന് ട്രഫിൽ കയറാൻ പറ്റില്ല. രാഹുൽ, എന്താ മോനെ? റേസിൽ അച്ഛൻ ജയിക്കുമോ? അച്ഛൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അച്ഛന്റെ കൂടെ കഴിയാൻ പറ്റില്ല. എനിക്ക് അമ്മമ്മയുടെ കൂടെ ഇംഗ്ലണ്ടിൽ പോവണ്ട. എനിക്ക് അച്ഛന്റെ കൂടെ കഴിഞ്ഞാൽ മതി. അച്ഛൻ റേസിൽ ചേരണ്ട. നമുക്ക് അമ്മാമ്മ കാണാതെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. വേണ്ട മോനെ, ഈ അവസ്ഥയിൽ അച്ഛനങ്ങനെ വിളിച്ചോടാൻ പറ്റില്ല. മോൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എവിടെ പോയിരുന്നു നീ ഇതുവരെ? ഒരു വാക്ക് പോലും പറയാതെ. ഇനി നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന എനിക്കൊന്ന് കാണണം. ഓടാ. ആന്റി, ഞാനാണ് അവനെ കൊണ്ടുപോയത്. ആരോട് ചോദിച്ചിട്ട് നീ അവനെ കൊണ്ടുപോയി? സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അന്ന് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടീ, ധിക്കാരം പറഞ്ഞാ നിന്നെ ഞാൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് എനിക്കറിയാം. നാട് നീളെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നെ ഈ വീട്ടിൽ കയറ്റിയതാണ് എനിക്ക് തെറ്റിയത്. അങ്ങനെയാണെങ്കിൽ എനിക്കും പറയേണ്ടി വരും. പുറമേ കാണുന്ന മിസ്സസ് വർമ്മയുടെ ഈ പേഴ്സണാലിറ്റി ബിഹേവിയറും വിശ്വസിച്ച് നിങ്ങളെ വേർഷിപ്പ് ചെയ്ത് എനിക്കും പറ്റി തെറ്റ്. ഇറങ്ങി പോടി. എന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. കാര്യം നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത നിങ്ങൾ സ്ത്രീയല്ല, ക്രൂവൽ മോൺസ്റ്റർ. എടീ, നിന്നെ ഞാൻ എന്റെ നേരെ വേണ്ട. ഇവിടെ ഉണ്ടല്ലോ വാലാട്ടി പിന്നാലെ ചിലർ, അവരോട് കുറച്ചാ മതി.
world-class race course. You are currently joining a crowd of over 50,000 who have thronged in from far corners of the country to witness the biggest and the most glittering event in the Indian racing calendar, the Grade 1 South India Derby Stakes 1993. Ladies and gentlemen, this is indeed a historic race with 30 lakhs as prize money. It's truly the greatest of all races, with some of the best horses taking part. So too is the best riding talent in the country, spearheaded by none other than Gautam and Jerry Shroff. In the lineup are some of the celebrated names in Indian racing. Welcome back. There's an air of excitement and expectations of thrills to come. And next we come to number 5, Blue Star, owned by Venkatesh, and the favorite for the Derby and ridden by All the best, Shroff. Shroff. In the parade ring, Heavy competition ആണ്. Derby പ്രത്യേകം ശ്രദ്ധിക്കണം. Number 2, Monte Cristo, owned by Mr. Ruby Devnad. And number 3, Winner Hawk. മാഷ് ധൈര്യമായിരിക്കും, എല്ലാം നന്നായി വരും. We are all here to support you. All the best. ജയിച്ചു വാ മോനെ. The horses are about to leave the paddock for the start of the Derby. Well, horse racing is truly a magnificent വീരേന്ദ്രഗൗഡ, sport. Excitement at പ്ലീസ് ടെൽ മീ, ഈ റേസിൽ ആര് ജയിക്കും? നമ്പർ 5. അപ്പൊ ഗൗതം? rising to fever pitch as the horses are moving out of the paddock. So, ladies and gentlemen, the horses are about to leave the paddock. நில்லுடாங்க, எங்க போற? ஏய், நில்லுடா, எங்க போற நீ? டேய், டேய், நில்லுடா. எங்க இந்த பையன்? டேய். അച്ഛാ, രാഹുൽ, അച്ഛൻ ജയിക്കൂലേ? ജയിക്കൂലേ അച്ഛാ? Owned by the fabulous owner Venkatesh and ridden by none other than Jerry Shroff. And number 6, Hey, we have Rahul. Adler, ridden by മോനെ ഇങ്ങനെ ഇവിടെ വന്നേ. അമ്മമ്മ വന്നിട്ടുണ്ട്. കാണണ്ട. tremendous excitement here at the Madras race course on the Derby day. And at this juncture, we would like to welcome our listeners of the National Book Up, as also our listeners in Star TV Network. We are going live across 38 countries for this most glittering event in the Indian racing calendar, the 1993 Grade 1 South India Derby Stakes. പിന്നെ
മിസ്റ്റർ വെങ്കടേഷ്, യു ആർ അണ്ടർ അറസ്റ്റ്. ടേക്ക് ഹിം.